കണ്ടകശനി എന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ ഗൈസ്. എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നി. ഇത് കണ്ടില്ല, എൻ്റെ ട്രൈപോഡ് എങ്ങനെയോ അത് ഒടിഞ്ഞ്. പിന്നെ ഷിനാജ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫ്ലെക്സ് ക്യൂക്കൊക്കെ ഒട്ടിച്ച് ഒരു ഇതാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഇത് വേറെ വാങ്ങണമെങ്കിൽ നല്ല പൈസ നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ഗോൾഡിൻ്റെ കമ്മൽ, ഒരു കുഴപ്പമില്ലായിരുന്ന കമ്മലാണത് 2 കഷ്ണമായി പോയി. പിന്നെ അതെ ഹോസ്പിറ്റൽ കേസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഷിനാജിന് ചെറിയ വയറിൻ്റെ പ്രശ്നമുണ്ട്, വയറുവേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. ഒരു കുറവും ഇല്ലായിരുന്നു. ഗുളിക കഴിക്കുമ്പോൾ കുറയും, പിന്നെ വീണ്ടും വേദന വരും. അപ്പോൾ ഷിനാജിൻ്റെ ഒരു ഫ്രണ്ട് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി, ഒരുപാട് വെയിറ്റ് ചെയ്യാതെ. ഇപ്പോൾ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇനി സ്കാനിങ് ആണുള്ളത്. സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മൾ വെള്ളം കുടിച്ച് വയറ് ഫുള്ളാക്കിയിട്ട് വേണമല്ലോ. അപ്പോൾ ഷിനാജ് ആണെങ്കിൽ ഒരു വിധത്തിലും വെള്ളം കുടിക്കുന്നില്ല. ഞാൻ നിർബന്ധിച്ചിട്ടാണ് പിന്നെ ഒരു 3 കുപ്പിയെങ്കിലും കുടിച്ചത്. അപ്പോൾ അതേ ഷിനാജിൻ്റെ ഫ്രണ്ട് ആൾ ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്കാൻ ചെയ്ത് യൂറിനും ബ്ലഡൊക്കെ കൊടുത്ത് അതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടാൻ 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. അങ്ങനെ അത് എല്ലാത്തിൻ്റെയും റിസൾട്ട് കിട്ടിയെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കണം. ഡോക്ടറിൻ്റെ റൂമിൻ്റെ അവിടെ വന്നപ്പോഴാണ് ആളൊരു സർജറിക്ക് വേണ്ടിയിട്ട് കയറിയേക്കുവാണ് ഊറ്റിയിൽ. അപ്പോൾ വരട്ടെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുവാണ്. ഞാനാണെങ്കിൽ ആ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ചൊന്ന് മയങ്ങിപ്പോയി. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടറെ കണ്ടാൽ മതി എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊരു ഫാറ്റി ലിവറിൻ്റെ തുടക്കം, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഗുളിക മരുന്നൊക്കെ തന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ജ്വല്ലറിയിലേക്കാണ് വന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കമ്മൽ 2 കഷ്ണമായി പോയെന്ന്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പഴയ കമ്മലിൽ കല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഒടിഞ്ഞു പോയ കമ്മൽ അത് കൊടുത്തപ്പോഴത്തേക്കും കല്ലെല്ലാം ഇളക്കി കളഞ്ഞിട്ടാണല്ലോ ഗോൾഡ് നോക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും നമുക്ക് കല്ലിൻ്റെ വേണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ കല്ലല്ലാത്ത മോഡലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയൊന്നും അങ്ങോട്ട് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ചെറിയ എമൗണ്ട് കൊടുത്ത് മാറ്റുന്ന രീതിയിലാണ് ഒരു കമ്മൽ എടുത്തത്. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് എടുത്ത്. ഞാൻ എടുത്തത് ഏതാണെന്നൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ അവിടെ നിന്നൊരു ഗ്ലാസും കിട്ടി. നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി.